ഹേ ഗായ്സ്, എന്നെ കണ്ട വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബെന്നാർഘട്ട പാർക്കിൽ കിടന്ന് കറങ്ങുകയാണെന്നുള്ളത് അറിയാലോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ അവിടെ കുറച്ച് ഫുഡ് സ്റ്റാൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡ് ഐറ്റംസ് പറയാനാണെങ്കിൽ നമ്മൾ ഈ ബീച്ചിലൊക്കെ കാണുന്ന പോലെ കുറെ പലതരത്തിലുള്ള ബജ്ജീസ് ഉണ്ട്, പൊട്ടറ്റോ ട്വിസ്റ്റർ, ഫ്രഞ്ച് ഫ്രൈസ്, ഗോബി മഞ്ചൂരിയൻ, ഗോബി 65 എന്നൊക്കെ പറഞ്ഞുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ ഷുഗർ കെയിൻ ജ്യൂസ് അല്ലെങ്കിൽ ഫ്രൂട്ട് ബോൾ വേണ്ടവർക്ക് അങ്ങനെ ഫ്രൈഡ് റൈസും നൂഡിൽസും അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട്. ഫുഡ് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല, കാരണം നല്ല എരിവുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എരിവ് അത്ര പറ്റത്തില്ല. പിന്നെ ഈ എരിവിന്റെ ഇഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഐസ്ക്രീം ഒക്കെ മേടിച്ചാണ് ബട്ടർഫ്ലൈ പാർക്കിലേക്ക് പിന്നെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ടിക്കറ്റ് എടുത്തു. പാർക്കിന്റെ ഫ്രണ്ടിലെത്തി ഞങ്ങൾ തുള്ളിച്ചാടി അകത്തോട്ട് കയറുന്നുണ്ട്. കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസിനെ അവരവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാത്തിനും നമുക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റാറില്ല. മുൻപൊരു തവണ പോയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ കയറിയത് എന്തിനാ ഈ പൂക്കളും ചെടികളും കാണാനാണോ എന്ന് വരെ ആലോചിച്ചു പോയി. ഇത്തവണ എന്തായാലും ഫാർ ബെറ്റർ ആയിരുന്നു. കുറച്ചെങ്കിലും ബട്ടർഫ്ലൈസിനൊക്കെ ഒന്ന് കാണാൻ പറ്റി. അതുപോലെ തന്നെ നിങ്ങളുടെ ചെറിയ പോണ്ടിൽ കുറച്ച് ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ലായിരുന്നു ഇത്തവണ. പിന്നെ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ ബട്ടർഫ്ലൈസിനെയും നമുക്കിങ്ങനെ വീഡിയോയിൽ കിട്ടത്തില്ല, കാരണം നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴേക്കും അതുങ്ങൾ അവിടെ നിന്ന് പറന്നു പോകും അല്ലേ. ഒളിച്ചും പാത്തൊക്കെ നിന്ന് കുറച്ചൊക്കെ ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. പിന്നെ അനുഷ്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം ഒരുപാട് ബട്ടർഫ്ലൈസിനെ കാണാനും അതിൻ്റെ അടുത്തേക്ക് കൂടെയൊക്കെ പോകാനൊക്കെ ഒരു ചാൻസ് കിട്ടിയില്ലേ. പിന്നെ ഈ ബട്ടർഫ്ലൈൻ്റെ പല പല സ്റ്റേറ്റസ് ആയ പ്യൂപ്പ, ലാർവ, അങ്ങനെയുള്ള പല സ്റ്റേറ്റസും അവിടെ അവരിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ചെടികളിലും ഇതേപോലെ ഇലയുടെ അടിയിൽ ഇതേപോലെ പ്യൂപ്പ ഉണ്ടോ എന്നൊക്കെ നോക്കി അടക്കലായിരുന്നു അനുഷ്കയുടെ പണി അവിടെ. എന്തായാലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിട്ട് തോന്നി ഈ ബട്ടർഫ്ലൈ പാർക്ക്. പക്ഷേ കുറച്ചും കൂടി കൂടുതൽ വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇവിടെ ചില സ്ഥലത്തൊക്കെ ഗൈഡൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കാണിച്ചൊക്കെ തരും, ഇങ്ങനെ ബട്ടർഫ്ലൈൻ്റെ സ്റ്റേറ്റസ് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അങ്ങനെ കുറച്ച് ഗൈഡ്സ് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നട്ടിരിക്കുന്ന ഓരോ ചെടികളുണ്ടല്ലോ, അതൊക്കെ ഓരോ റീസൺസിലാണ് നട്ടിരിക്കുന്നത്. ഓരോ ഇനത്തിൽപ്പെട്ട ചിത്രശലഭങ്ങളും അതിൻ്റെതായ ഹോസ്റ്റ് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് മാത്രമാണ് അത് മുട്ടയിടുന്നതും അതിന്റെ ലാർവാസ് അതിന്റെ ഇലകളിൽ നിന്ന് വളരാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ പലതരത്തിലുള്ള ചെടികൾ നട്ടിരിക്കുന്നത്. ഇവിടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോ ഇനത്തിൽപ്പെട്ട ചിത്രശലഭങ്ങളും ഓരോ ചെടിനെ ചുറ്റിപ്പറ്റിയായിരിക്കും കറങ്ങി നടക്കുന്നതും അതിന്റെ നിറവും എല്ലാം ആ ഒരു ചെടിനെ ഡിപ്പെൻഡന്റ് ആയിരിക്കും. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലാർവ അല്ലെങ്കിൽ പ്യൂപ്പ, ഇതൊക്കെ ഇവിടെ ഗൈഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ അവർ കയ്യിലൊക്കെ വെച്ച് തരും. നമുക്ക് ആവശ്യത്തിന് കുറച്ച് പൈസ നിലയൊക്കെ കൊടുത്താൽ മതി. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു എക്സിബിഷൻ ഹാളും ഉണ്ട്. അവിടെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബെന്നാർഘട്ട ട്രിപ്പിന്റെ വിശേഷങ്ങൾ. ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.